ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കടമത്ത് ദ്വീപിലെ കിഴക്ക് ഭാഗാട്ടോ. അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കിളവായി. ഇതിൻ്റെ കൂടെ യസ്ദാ മോനുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും അവനെ കൂട്ടും. കാരണം അവൻ ഇല്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. വീട്ടിൽ ആരുമില്ല, ഞാനും ഹസ്ബൻഡും മോനും മാത്രമാണുള്ളത്. ഈ കാണുന്നതാട്ടോ കിളവായി. ഈ ടൈമിൽ അതായത് വേലി ഏറ്റ സമയത്ത് കടൽ ഈ ഭാഗമെല്ലാം കവർ ചെയ്യും. ഇപ്പോൾ വേലി ഇറക്ക സമയത്ത് ആയതുകൊണ്ട് തന്നെ കടൽ ഇത്രയും ഭാഗം ബാക്കോട്ട് പോകും. ഈ ടൈമിൽ ഈ ഭാഗത്ത് ചെറിയ ഫിഷ്, ക്രാബ്, നീരാളി, പവിഴപ്പുറ്റ് അതിനൊക്കെ കാണാട്ടോ. ഇവിടെ ആളുകൾ വന്ന് മീൻ പിടിക്കാറുണ്ട്. നീരാളിയെ പിടിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലാട്ടോ. ദേ കാണുന്നില്ലേ, ഒരു ലേഡി ആ അറ്റത്ത് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ആ അറ്റത്ത് നിന്ന് ഒരു ലേഡി മീൻ പിടിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്കൊന്ന് നമുക്ക് നടക്കാട്ടോ. അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ പാറയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് വേണം പോവാൻ. യസ്ദാ മോൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ വേണം, അവനെ ശ്രദ്ധിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം പോവാൻ. കണ്ടോ ഗൈസ്, ഈ കാണുന്നിടത്തെല്ലാം ചെറിയ ചെറിയ പാറക്കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ അവനെ നല്ല കെയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അവൻ്റെ കുസൃതി കണ്ടില്ലേ, പാറെടുത്ത് ചാടലും. അവനൊരു പേടിയോ കുലുക്കോ ഒന്നുമില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണ്ടേ. ഇതാ ഈ ഭാഗത്തെല്ലാം കണ്ടില്ലേ, ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഭാഗത്തിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ ചെറിയ പാറകളും ചെറിയ കല്ലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. വീണാൽ നല്ല പരിക്ക് പറ്റും. നല്ല മൂർച്ചയുള്ള കല്ലുകളാണ്. പിന്നെ ഇതില്ലേ ഗൈസ്, ഇതൊക്കെ ഈ കല്ലിന് എന്താണെന്ന് ഞങ്ങൾ പറയാമെന്നറിയോ? ജെല്ലി എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് പുറത്തേക്ക് കരയിലേക്ക് കയറ്റാനോ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഇതാണ് ഞങ്ങളുടെ ദ്വീപിൻ്റെ പ്രൊട്ടക്ഷൻ. മീൻസ് ഞങ്ങളുടെ വലിയ വലിയ തിരമാലകളിൽ നിന്നെല്ലാം ഞങ്ങളുടെ ദ്വീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ജെല്ലിയും പവിഴപ്പുറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഈ പവിഴപ്പുറ്റുകളോ ജെല്ലികളോ ഈ പാറകളോ ഒന്നും കരയിൽ കയറ്റാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ദേ ഗൈസ്, ആ ലേഡി തിരിച്ചു പോണു. നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല. സാരമില്ല, എന്തായാലും നമുക്ക് ആ അറ്റം വരെ ഒന്ന് പോയേക്കാം. ഈ ഭാഗത്തൊക്കെ അല്ലേ ചെറിയ സ്റ്റാർ ഫിഷുകളെ കാണും. ആ സ്റ്റാർ ഫിഷിനെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. സാധാരണ സ്റ്റാർ ഫിഷ് കാണുന്നത് ബ്ലൂ കളറിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളതൊരു വേറൊരു കളറിലാണ്. ഈ കളറിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സൂപ്പറല്ലേ? നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ സ്റ്റാർ ഫിഷിനെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിന് നമുക്ക് തിരിച്ചു വെക്കാം. ഇതിന് ജീവനുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. സാധാരണ ഇതിനങ്ങനെ അനക്കമൊന്നും ഉണ്ടാകാറില്ല. ഞാൻ കൂടുതൽ ഇതിനെ കണ്ടിട്ടുള്ളത് ബ്ലൂ കളറിലാണ് കേട്ടോ. ശരി, നമുക്കിനി എന്തായാലും ആ അറ്റത്തേക്ക് പോവാം. കണ്ടോ, ഈ ഭാഗത്ത് കല്ലോ പാറയോ ഒന്നുമില്ല, വെറും മണ്ണാണ്. ആ അറ്റത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ട് കേട്ടോ ഗൈസ്, പക്ഷേ പേടിയാവുന്നു. കടൽ ഏകദേശം തിരിച്ചു വരാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടെ ആണെങ്കിൽ വേറെ ആരുമില്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് സീ കുക്കുംബർ. ഇതിനെ പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടാവില്ല. ഒരു അട്ടയെ പോലെ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. ഇതിന് ഭയങ്കര വില ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കയറ്റുന്നത്, ഇവിടുന്ന് എടുക്കുന്നതും വിൽക്കുന്നതൊക്കെ ഭയങ്കര കുറ്റാണ്. ഗൈസ്, ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ കിളവായി ഇഷ്ടപ്പെട്ടോ? വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബായ്.